ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് യോഗ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഒരു ലിങ്ക് തന്നിരുന്നു. ആ ലിങ്ക് പ്രകാരമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരുന്ന ലിങ്കിൽ പിന്നീട് അതിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ആ ലിങ്കിനകത്ത്. കാരണം ആദ്യം നിങ്ങൾക്ക് ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്ത് തന്നിരുന്നു, അതായത് യോഗ ദിന CBയുടെ പ്രവർത്തനം നടത്തിയതിന് ശേഷം ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു. ആ ലിങ്കിൽ കാര്യങ്ങൾ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. സോ അത് ഇപ്പോൾ നമുക്കത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കതിൽ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യാനോ മറ്റ് പ്രോസസ്സ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ആ ലിങ്കിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം വന്നിട്ടുള്ള പുതിയ ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ നീല കളറിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾക്ക് അതായത് ഓഫീസുകൾ വഴി അംഗനവാടി ടീച്ചർമാർക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ നോർമലി CB യോഗ ഡേയുമായി ബന്ധപ്പെട്ട CB നിങ്ങൾ നടത്താം. ഓക്കെ, നമ്മളെല്ലാ വർഷവും നടത്തുന്ന പോലെ CB നിങ്ങൾ നടത്തുക. അതെന്ത് ചെയ്യണം, നമ്മൾ പോർഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ CB നടത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നോർമലി പോർഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യുന്നത് പോലെ തന്നെ പോർഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യുക. അതിൽ മാറ്റമൊന്നുമില്ല. അതിന് ശേഷം നിങ്ങൾക്ക് ഈ നടത്തിയ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസ് നിങ്ങൾ എടുത്തു വയ്ക്കണം. അതായത് എത്ര ആളുകൾ നമ്മുടെ ഈ ഒരു CBയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ സെഷനിൽ എത്ര ബെനിഫിഷ്യറീസ് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ എണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ എടുത്തു വയ്ക്കണം. അത് സൂക്ഷിച്ച് വയ്ക്കുക. അതിന് ശേഷം നിങ്ങൾ വീടുകളിൽ പോയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് അംഗനവാടിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് തിരക്കുകളാണെങ്കിൽ നിങ്ങൾ ഈവനിങ് ടൈമിൽ ഇത് ചെയ്താൽ മതി. CB എന്നുള്ള പ്രവർത്തനം അംഗനവാടിയിൽ നടത്തുന്നതിനും ആ നടത്തിയ പ്രവർത്തനം പോർഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യുന്നതിനുമാണ് കൂടുതൽ പ്രാധാന്യം. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രവർത്തനം ഈ പറയുന്ന ലിങ്കിലേക്ക് എൻ്റർ ചെയ്യണം. പക്ഷെ അത് നിങ്ങൾ സമാധാനത്തിൽ ഈവനിങ് ടൈമിൽ രാത്രിയൊക്കെ ആയിട്ടായാലും ഈ ലിങ്കിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പം തന്നെ ധൃതി പിടിച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവർത്തനം നടത്തിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. യോഗദിന പ്രവർത്തനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം നോട്ട് ചെയ്ത് വയ്ക്കുക. സോ നമുക്കതിന് ശേഷം ഈ ലിങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇതിനു മുന്നേ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു. അത് ആദ്യം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ച ഇത് പ്രകാരമുള്ള ലിങ്കാണ് തന്നിരുന്നത്. പക്ഷേ അതിലിനിയിപ്പോൾ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ ലിങ്കിന് പകരം നിങ്ങൾ ഇപ്പോൾ തരുന്ന ഈ പുതിയ ലിങ്ക് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാനപ്പോൾ അത് ഈ ലിങ്ക് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയച്ചു തരുന്ന നീല കളറിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് തുറന്നു വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം നിങ്ങളുടെ ഫോണുകളിൽ ഗൂഗിൾ ക്രോം ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയുള്ളൂ ഗൂഗിൾ ക്രോം വഴിയാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തുറന്നു വരിക. അപ്പോൾ നിങ്ങൾ ആ ലിങ്കുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായ? അത് ഞാൻ ആ മെസ്സേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്കിവിടെ. ആ ലിങ്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഇതുപോലെ തുറന്നു വരും. ഇൻ്റർനാഷണൽ യോഗ ഡേ 2025 കണ്ടില്ലേ? അപ്പോൾ ഈ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് കൊടുക്കണം. നിങ്ങൾ ഏത് ജില്ലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജില്ലയുടെ പേരടിക്കുക. ഏതാണോ ജില്ല എന്നുണ്ടെങ്കിൽ ജില്ലയുടെ പേര്, ICDSൻ്റെ പേരടിക്കുക. മനസ്സിലായ? നിങ്ങളുടെ ICDS ഏതാണോ ICDSൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക. സെക്ടറിൻ്റെ പേരടിച്ചു കൊടുക്കുക. നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് ആദ്യം ജില്ലയുടെ പേരടിക്കുക, ICDSൻ്റെ പേരടിക്കുക, സെക്ടറിൻ്റെ പേരടിക്കുക. അതിനുശേഷം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, അംഗനവാടി സെൻറ്റർ നെയിം അടിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അതിനുശേഷം നിങ്ങളവിടെ അംഗനവാടി കോഡ്, ഈ അംഗനവാടി കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു നമ്പറില്ലേ 3259400102 അങ്ങനെയൊക്കെ നമ്മൾ അടിക്കാറില്ലേ, 11 ഡിജിറ്റ്. ആ 11 ഡിജിറ്റ് നമ്പറാണ് അംഗനവാടി കോഡ് തെറ്റിയിട്ട് നിങ്ങൾ അംഗനവാടി സെൻറ്റർ നമ്പറോ ഫോൺ നമ്പറോ ഒന്നും അടിക്കരുത്. അംഗനവാടി കോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം അംഗനവാടി വർക്കറുടെ നെയിം എന്താണോ അംഗനവാടി വർക്കറുടെ നെയിം എന്നുണ്ടെങ്കിൽ നിങ്ങളത് അടിച്ചു കൊടുക്കുക. അംഗനവാടി വർക്കർ നെയിം അടിക്കുക. അതിനുശേഷം ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, നിങ്ങൾക്കിപ്പോൾ ഒരു 30 പേര് പങ്കെടുത്തെങ്കിൽ 30, എത്ര പേരാണോ നിങ്ങളെ പങ്കെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും ആൾക്കാരുടെ ടോട്ടൽ നമ്പർ അവിടെ കാണിക്കണം. മനസ്സിലായ? അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പ്ലീസ് അപ്ലോഡ് ഫോട്ടോ മാക്സിമം 100 MB ഉള്ള ഫോട്ടോ നിങ്ങളെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആഡ് ഫയൽ കൊടുക്കാം. കണ്ടില്ല നിങ്ങൾ? അതായത്
ഇതിൽ ആഡ് ഫയൽ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫയൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ ബ്രൗസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ എടുത്തു വെച്ചുള്ള ഫോട്ടോ മനസ്സിലായി. അപ്പോൾ ഓരോ ഫോണിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. ഈ ഫോട്ടോ അറ്റാച്ച് ചെയ്യുമ്പോൾ പല ഫോണിലും ഗാലറിയിലേക്ക് പോയിട്ട് അപ്ലോഡ് ചെയ്യണതിൽ ചെറിയ ചേഞ്ച് വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ആഡ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റീസെൻറ്റിൽ പോവാം. റീസെൻറ്റിൽ പോയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് എന്നുള്ളതുണ്ടല്ലോ, അപ്ലോഡിൽ ഈ ബ്രൗസിൽ പോവുക. ബ്രൗസ് പോയിട്ട് നിങ്ങൾ ഗാലറിയിൽ പോവുക. ഗാലറിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് കാണാം. അതിൽ നിങ്ങൾ ഏതാണ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇവിടേക്ക് കൊടുക്കുന്നത് ഇതുപോലെ അപ്ലോഡ് ആവും. കണ്ട ഫോട്ടോ അപ്ലോഡ് ആവണം, കണ്ട അതെ അപ്ലോഡായി, കണ്ടില്ലേ ഈസിയാണ്. അപ്പോൾ അവിടെ അങ്ങനെ കാണിക്കും അപ്ലോഡായ ഫോട്ടോ കാണില്ലേ, ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കും, മനസ്സിലായില്ലേ. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, മനസ്സിലായോ. ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയെന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്ക് വേറെ ഒരു സെക്ടർ അടിച്ച് നോക്കാം, മനസ്സിലായ. നമ്മുടെ പഞ്ചായത്ത് നമ്മളവിടെ അടിച്ചു, അംഗനവാടി സെൻറ്റർ നമ്മളവിടെ അടിക്കുന്നുണ്ട്. നമ്മളവിടെ അംഗനവാടിയുടെ പേരടിക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ കോഡ്. അപ്പോൾ അംഗനവാടി മാറുമ്പോൾ അതനുസരിച്ച് കോഡ് മാറും, അറിയാലോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കി അടിക്കണം, തെറ്റിക്കരുത്. അപ്പോൾ ആ അംഗനവാടിയുടെ കോഡ് 11 ഡിജിറ്റ് കോഡ് അടിക്കുക. അംഗനവാടി വർക്കറുടെ പേര് അവിടെ അടിച്ചു കൊടുക്കുക, മനസ്സിലായ. അതിനുശേഷം ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇപ്പോൾ 25 25 എത്ര പേരാണോ നിങ്ങൾക്ക് അംഗനവാടിയിൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത്ര ആൾക്കാർ പേരടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം, ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, മനസ്സിലായ. ആഡ് ഫയൽ കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ബ്രൗസ് കൊടുക്കുക. ബ്രൗസ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗാലറിയിലേക്ക് പോവാം. ഗാലറിയിലേക്ക് പോയിട്ട് നമ്മൾ റീസെൻറ്റ് ഫോട്ടോ എടുക്കുക, നമ്മുടെ യോഗദിന പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിനുശേഷം അത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ കണ്ട, സബ്മിറ്റ് യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ് കണ്ട, ഇൻ്റർനാഷണൽ യോഗ ഡേ 2025 യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവർത്തനം സക്സസ്ഫുള്ളി എൻ്റർ ആയെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ കൂടുതൽ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായ. എന്നിട്ട് വേണമെങ്കിൽ ഇനിയും ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് സബ്മിറ്റ് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം കൃത്യമായിട്ട് ഈ പറയുന്ന ലിങ്കിലേക്ക് എൻ്റർ ആയിക്കോളൂ കേട്ടോ. ഇതിൻ്റോടൊപ്പം തന്നെ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ നമ്മൾ ചെയ്യുന്നത് എൻ്റർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.